അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥേനെ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകള്, നിങ്ങളുടെ അപേക്ഷാ ഫോമുകള്, നിങ്ങളുടെ ബാങ്ക് രേഖകള് കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നവന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃഷിയിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും ഘടകങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവർ, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിന്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിനങ്ങൾ അനുസ്മരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ
മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ട്രാൻസാക്ഷൻ ഈ ആൾക്കാരുടെ വാസ്തവകരമാണ്. ചാകണ വരെ 10 കൊല്ലമൊക്കെ അവിടെ ജീവിക്കും. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ്? ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ വ്യാപാരം എന്ന് പറയും. അത് ഒരുപക്ഷെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഓക്കെ ആകാം. പക്ഷെ നമ്മളങ്ങോട്ട് ദൈവത്തിലേക്ക് വരുന്തോറും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ തന്നെയാണെങ്കിൽ നിൻ്റെ സ്റ്റാറ്റസും അങ്ങനെ തന്നെ ആയിരിക്കും. ബൈബിൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണത് ഈ ബാഹ്യ മനുഷ്യനല്ല. ബാഹ്യ മനുഷ്യനാണ് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ വരണത്. ബൈബിൾ അഡ്രസ്സ് യേശുക്രിസ്തു നമുക്ക് നൽകിയത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആന്തരിക മനുഷ്യൻ, അത് എഫിഷ്യൻസ്, അത് ആന്തരിക മനുഷ്യനെ കുറിച്ച് നല്ല എഫിഷ്യൻസ് ആണ്. എഫിഷ്യൻസ് 3:16 എടുത്തേ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, കേട്ടോ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ്. എന്തെങ്കിലും പറയണതറിയാമോ? ഞാൻ ഇടയ്ക്ക് ഇപ്പം വിചാരിക്കും, ഇപ്പം ഈശോ ഉണ്ടല്ലോ, ഈ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച ഏറ്റവും നല്ല മാതൃകാ രൂപമാണ് ഈശോ എന്ന് പറയുന്നത്. അത് ഇപ്പം ഈശോ എന്താ പറയുന്നത്? നിങ്ങൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു നിലപറയണത്. 10:19 ലൂക്കായി. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചാലും we don't feel it as if we are not hurted. മറ്റുള്ളവർ നമ്മൾ ഹർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ജഡിക മനുഷ്യനാണെങ്കിൽ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളും തന്തയ്ക്ക് വിളിക്കും. അത് അവനെ തല്ലിയവനെ നമ്മളെ തല്ലിയ തിരക്കി പിടിച്ച് നമ്മൾ പോകും, അല്ലെങ്കിൽ പക സൂക്ഷിച്ച് വെക്കും. അപ്പം ജഡിക മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നത്തില്ല. പോട്ടെ എന്ന് പറയും. ഇപ്പം ഈശോ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് സർപ്പങ്ങളുടെയും തേളുകളുടെയും ചവിട്ടി നടന്ന ഒരാളാണ് ഈശോ. ഇവിടെ സർപ്പം ആരായിരുന്നു? സർപ്പം എന്ന് പറയുന്നത് യൂദാസ് സർപ്പമല്ലായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഈ സർപ്പം വാ പൊളിക്കണത് ഇര തേടാനും ആൾക്കാരെ കൊത്താനും അല്ലേ? അത് തന്നെയല്ലേ യൂദാസ് ചെയ്ത്. അയാളുടെ ആക്ഷനിൽ അയാൾക്ക് പൈസയും കിട്ടി, ഈശോനെ കൊല്ലുകയും ചെയ്തു. അവിടെ സർപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സർപ്പം കൊത്തുമ്പോഴും ഈശോ എന്താ വിളിക്കണത്? അയാളെ ചവിട്ടി നടക്കണ അയാളുടെ പുറത്തു കൂടി ഈശോ എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണത്. അതാണ് ഇതാണ് ആന്തരിക മനുഷ്യൻ, ബലം പ്രാപിച്ച ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്. എൻ്റെ പേര് രേഖ, ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്,
2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. 2021 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ് ഞാനും എൻ്റെ അനിയത്തിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് അവളുടെ കക്ഷത്തിൽ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. ആ മുഴ പരിശോധിച്ചപ്പോൾ അതൊരു ക്യാൻസറാണെന്ന് മനസ്സിലായി. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് എത്തിയത്. അത് വരാനുള്ള കാര്യം, ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് കൃപാസനത്തിൽ വന്നിരുന്നു. അന്ന് വന്നിട്ട് പോകുമ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരം ഞാൻ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയും, പക്ഷേ എനിക്ക് ഇവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കും, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2021 ഓഗസ്റ്റ് മാസം എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ മുഴയുണ്ടായപ്പോൾ ഞാൻ അന്ന് വൈക്കത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുക. അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അനിയത്തിക്ക് അത് ക്യാൻസറാണെന്ന്. ഞാൻ വീട്ടിൽ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിൽ ഓടി വന്ന് ഞാൻ എൻ്റെ മുറിയിൽ കയറിയപ്പോൾ എൻ്റെ ടേബിളിലിരുന്ന മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ പെട്ടെന്നങ്ങ് നോക്കി. അന്നേരം എൻ്റെ ചെവിയിൽ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സമയം 12:30 കഴിഞ്ഞു, ഉച്ച നേരം. ആ ഉച്ച സമയത്ത് ഞാൻ അമ്മയോട് പറയുമ്പോൾ ഞാൻ കൃപാസനത്തിൽ പോകുക, അനിയത്തിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞ്, ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയില്ല. നമുക്ക് ആദ്യമായിട്ട് നമ്മളുടെ കൂടപ്പിറപ്പിന് വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ അപ്പോഴെനിക്കത് ഫീൽ ചെയ്ത് ഞാൻ ആ ഉച്ച നേരത്ത് ഓടി അവിടെ നിന്ന് ഞാൻ വൈക്കത്ത് വന്ന് ബസ് കയറി ഇവിടെ വന്നപ്പോൾ അറിയുന്നത് കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. പള്ളിയുടെ വാതിൽ ഗേറ്റ് അടച്ചിട്ടേക്കണ്. എനിക്ക് ഒരുപാട് വിഷമായി. ഞാൻ അമ്മ മാതാവിൻ്റെ ആ ഗേറ്റിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഈ നട്ടുച്ച നേരത്ത് ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മേ എന്ന് ഞാൻ ചോദിച്ചു. എൻ്റെ അനിയത്തി ഹോസ്പിറ്റലിൽ ഇരിക്കുക, അവൾക്ക് വേണ്ടി ഞാനിവിടെ ഓടിയെത്തി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി വന്ന് ഫോൺ നമ്പർ തന്ന്. ഞാൻ ആ ഫോൺ നമ്പറിൽ നോക്കി വിളിച്ച് പറഞ്ഞു എൻ്റെ അനിയത്തിയെക്കുറിച്ച്, അവളുടെ പ്രാർത്ഥന സഹായം പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാനിപ്പോഴും ഒന്നേ പ്രാർത്ഥിച്ചോളൂ, അമ്മേ എൻ്റെ അനിയത്തിക്ക് ബ്രസ്റ്റിൽ എടുക്കരുത്, മുഴ മാത്രം എടുക്കാൻ മതിയെന്നേ ഡോക്ടർ പറയാവുള്ളെന്ന്. അപ്പോൾ അനിയത്തി ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ OPയിൽ ഉച്ചയ്ക്ക് 1-1.5 മണിയോളം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച്. അതിന് ശേഷം ഞാൻ അനിയത്തി വിളിച്ചപ്പോൾ അനിയത്തി പറഞ്ഞു, മുഴ മാത്രം എടുത്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോയി. അതിന് ശേഷം ഞാൻ അനിയത്തിയുമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള കാര്യം അനിയത്തി പറയും. അതിന് ശേഷം ഞാൻ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു, ഞാൻ മരടിൽ നിന്ന് വരുന്നു. 2021 സെപ്റ്റംബറിൽ എൻ്റെ ഇടത് ബ്രസ്റ്റിൽ ഒരു മുഴ കണ്ടു. അത് ക്യാൻസറിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ഓപ്പറേഷന് ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു 7 മാസത്തെ ലീവ് എടുക്കണം, കീമോ റേഡിയേഷൻ എല്ലാം വേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഞാനൊരു നേഴ്സാണ്, എനിക്ക് ജോലി എടുക്കാതെ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യും, സർജറിക്കും കീമോയ്ക്കൊക്കെ വേണ്ട സാമ്പത്തികത്തിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ ഡോക്ടറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു കോംപ്രമൈസ് ഇല്ല, ഇത് ചെയ്തേ മതിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സർജറിക്ക് ശേഷം ഞാൻ 2021 ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ചേച്ചിയാണ് എന്നെ കൊണ്ടുവന്നത്. ഉടമ്പടി എടുത്തു. ഇവിടെ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, 7 മാസം ഞാൻ വീട്ടിൽ ഇരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം, ഹസ്ബൻഡ് ഒരു കൂലിപ്പണിക്കാരനാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ കരഞ്ഞു ചോദിച്ചു. ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. എൻ്റെ ഫോണിലേക്ക് എൻ്റെ HODയും എൻ്റെ നേഴ്സിംഗ് സൂപ്രണ്ടും ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്ത് അവരെ തിരിച്ച് വിളിച്ച് ചോദിച്ചു, എന്താണ് എന്നെ വിളിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, നിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു നിനക്ക് ഫുൾ സാലറിയും തന്നേക്കാമെന്ന്. അങ്ങനെ വിത്ത് ഇൻക്രിമെൻറ്റോട് കൂടി തന്നെ അവരെനിക്ക് സാലറി 7 മാസം തന്നു. അത് അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ എനിക്ക് എൻ്റെ വലത് കാലിന് ഒരു 2-3 മാസമായിട്ട് വേദനയായിരുന്നു, ഭയങ്കര വേദന. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു, മഞ്ജു നീ പോയി സ്കാൻ ചെയ്യൂ, എന്തെങ്കിലും ഇനി അസുഖത്തിൻ്റെതായ എന്തെങ്കിലും
ആണോ എന്നറിയില്ല, നീ പോയി സ്കാൻ ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ മാതാവാണ് എൻ്റെ ഡോക്ടർ, എനിക്ക് ഈ തൈലം കൊണ്ട് എൻ്റെ അസുഖം മാറ്റിത്തരുമെന്ന്. ഞാൻ കാല് വലിച്ച് നടന്നിരുന്നത്. പക്ഷേ അമ്മ മാതാവിനോട് ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. കൂടാതെ എനിക്ക് IELTS എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എഴുതി. അമ്മയുടെ കൃപയാൽ ഞാൻ അതിലും പാസ്സായി. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന കൃപകൾ. ഈ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉടമ്പടി എടുക്കാനും അനിയത്തിക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് ഞാൻ LLB പഠിച്ചപ്പോൾ എനിക്ക് 56 പേപ്പർ പാസ്സായി. ഞാൻ 5 ഇയർ LLB കോഴ്സാണ് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിച്ചത്. 56 പേപ്പർ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് 4 പേപ്പർ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടി യൂണിവേഴ്സിറ്റി പോയപ്പോൾ, അവളൊരു ഹിന്ദുവാണ്, ഞാനും ഹിന്ദുവാണ്. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ എല്ലാ പേപ്പറും ക്ലിയർ ആയത്, ചേച്ചി പോയി ഒന്ന് ഉടമ്പടി എടുക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവൾ പറഞ്ഞ് രാവിലെ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണം, വൈകിട്ട് പച്ചത്തിരി. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും പറ്റില്ല, എന്നെ അമ്മ മാതാവ് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഞാൻ പോയി ഉടമ്പടി എടുത്തോളാന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ അനിയത്തിക്കൊരു സഹനം വന്നപ്പോൾ ഇവിടെ എന്നെ ഓടിയെത്താനായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ വന്നതിൻ്റെ ഫലമായിട്ട് എനിക്കതറിയാം, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വരാനുള്ള കാര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഈ കൃപാസന മാതാവിന് ഞാനൊരു പ്രാധാന്യം കൊടുത്തില്ല, എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനിയത്തിക്ക് അസുഖം വന്നപ്പോൾ ഞാനിവിടെ ഓടിയെത്തിയതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഫലമായി എൻ്റെ നാട്ടിൽ ആകെ തൊട്ടടുത്ത് 2 പേര് മാത്രമേ ഉടമ്പടി എടുത്തിട്ടായിരുന്നു. ഇപ്പം അനേകം പേര് ഉടമ്പടി എടുത്തു. അനിയത്തിയുടെ ഹോസ്പിറ്റലിലാകട്ടെ, എൻ്റെ വീടിനടുത്താകട്ടെ ഒത്തിരി ആൾക്കാർ ഉടമ്പടി വന്ന് ഇവിടെ എടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്നത് അമ്മ മാതാവിനെ ഞങ്ങളെക്കൊണ്ടൊരു നിയോഗം ഉണ്ടായിരുന്നു. അമ്മ മാതാവിനെയും കർത്താവിനെയും കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അനിയത്തിക്ക് ഒരു അസുഖം വന്ന് അത് ഞാനിവിടെ വരികയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നടത്തി തന്ന അമ്മ മാതാവാണ്. ഈ 4 പേപ്പർ കിട്ടാനുണ്ടായിരുന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ 4 പേപ്പറും കൂടി പാസ്സായാലല്ലേ എനിക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആകാൻ പറ്റുള്ളൂ, അതിന് അമ്മ തന്നെ ചെയ്തു തരണം. വീട്ടിലെ ജോലിയും കാര്യങ്ങളൊന്നും നമുക്ക് പഠിത്തമൊന്നും അത്ര നടക്കില്ല. എങ്കിലും ഞാൻ ഫീസ് അടച്ച് പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷ എഴുതാതിരുന്നപ്പം ആദ്യത്തെ ദിവസം എക്സാം എഴുതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ എല്ലാവരും എക്സാം എഴുതാൻ വരുമ്പോൾ അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും, ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റ് കാണിക്കും, എനിക്കും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റണേ അമ്മേ. അപ്പോൾ ഞാൻ എക്സാമിന് പോയി. ആദ്യത്തെ ദിവസം എക്സാം എഴുതി, പിന്നെ പിറ്റേന്നില്ല, 3ാമത്തെ ദിവസമുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം പേപ്പറെ കണ്ടേ ഗവൺമെൻറ് ലോ കോളേജിലെ എല്ലാ എക്സാമുകളും മാറ്റി അടുത്ത മാസത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എനിക്കിവിടെ വരാൻ വേണ്ടി തന്നൊരു അനുഗ്രഹം. ഞാനിവിടെ ഓടി വന്ന് അച്ഛനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ച് അച്ഛൻ എനിക്ക് ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിച്ച് തന്ന് ഒരു ഉടമ്പടി ലോക്കറ്റും തന്ന്, ഒരു ലോക്കറ്റും തന്ന്, ഉടമ്പടി ലോക്കറ്റും അച്ഛൻ തന്ന ലോക്കറ്റുമായിട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര ടഫ്, IPSCയുടെ പരീക്ഷ, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ അപ്പം അമ്മ ഈ ഉടമ്പടി ലോക്കറ്റ് എടുത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ചോദിച്ചു, അമ്മേ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി ചെന്ന് എക്സാമിന് സാങ്ഷനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ? എല്ലാവരും പറയല്ലേ പഠിച്ചാലേ ജയിക്കുള്ളൂ, നീ ഉടമ്പടി എടുത്തിട്ടൊന്നും കാര്യമില്ലെന്ന്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എൻ്റെ അമ്മ മാതാവ് എന്നെ കൈപിടിച്ചുയർത്തുമെന്ന്. ബൈബിൾ എപ്പോഴും എടുക്കുമ്പോഴേ എനിക്ക് കിട്ടുന്ന വചനങ്ങളെല്ലാം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ നാണം കെടുത്താൻ നിന്നെ ഞാൻ ഉയർത്തുമെന്നുള്ള വചനങ്ങളാണ് കിട്ടിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി കേട്ടു. എക്സാം എഴുതി ഞാൻ IPSCയുടെ ക്വസ്റ്റ്യൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് എഴുതി. പിന്നെ എനിക്കറിയില്ല, എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ആരോ പോകുന്ന പോലെ. അപ്പം ഞാൻ ഇവിടെ വിടുന്ന യൂട്യൂബിലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. ആ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും അന്ന് തന്നെ അയച്ചു കൊടുക്കും. ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം എന്നും മുടങ്ങാതെ കേൾക്കും. ഇന്ന് പകുതി കേട്ടില്ലെങ്കിൽ നാളെ കൊണ്ട് തീർത്ത് ഞാൻ കേൾക്കും. അത് ഞാൻ അയച്ചു കൊടുക്കും. അപ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ആൾക്കാരെല്ലാവരും പറയും, പിള്ളേർ IELTS OET കമ്പ്യൂട്ടർ എഞ്ചിനീയർ എഴുതി എല്ലാ പിള്ളേരും പറയും എക്സാമിന് അമ്മ വന്ന് സഹായിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് പോണതാരോ എൻ്റെ അമ്മ. ഞാൻ നോക്കിയപ്പോൾ 54 പേജ് ഞാൻ എഴുതി തീർത്ത്, ഒരു വെട്ടും തിരുത്തലില്ലാതെ മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ്. IPSC ഒന്നും വെറുതെ അറിയാൻ മേല ഞാൻ എഴുതിയ എന്താ അങ്ങനെ 3 പരീക്ഷ എഴുതി പാസ്സായി. ഞാൻ പരീക്ഷ എഴുതി ഹോൾ ടിക്കറ്റ് കൊണ്ട് അമ്മ മാതാവിൻ്റെ നട വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മേ എൻ്റെ യോഗ്യതയിലില്ല, അച്ഛൻ പറയുമ്പോൾ നിൻ്റെ കൃപയിൽ മാത്രമേ ഞാൻ പാസ്സാകുള്ളൂ, അതുകൊണ്ട് എനിക്ക് വെറും 150 മാർക്ക് മതി കേട്ടോ ഈ പേപ്പർ പാസ്സാകാനെന്ന്. അങ്ങനെ റിസൾട്ട് വന്നു. ഞാൻ അതുപോലെ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്കും കൂടി കഴിച്ചു കൊടുക്കും. ജോലി ചെയ്യുന്ന ഇടയിൽ സാക്ഷ്യങ്ങളെ കേൾക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ, അപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു, നീ ഇനി എത്ര പേപ്പർ പാസ്സാകാനുണ്ട്? ഞാൻ പറഞ്ഞു 4 പേപ്പർ. എല്ലാവരെയും സഹായിക്കുന്ന മാതാവ് നിന്നെ മാത്രം എന്താ സഹായിക്കാത്ത? അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ചിലൊരു മുള്ളു തറയ്ക്കുന്ന പോലെ. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് പറഞ്ഞ്, എൻ്റെ അമ്മ പറഞ്ഞത് അമ്മേ നീ കേട്ടില്ലേ, എനിക്കൊന്ന് എൻ്റെ അമ്മയുടെ മുൻപിൽ എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ
പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. അതെനിക്ക് വല്ലാത്ത വിഷമായിരുന്നു. ഞാനപ്പോൾ എന്നും അമ്മ മാതാവിനോട് പറയും, എൻ്റെ അമ്മയുടെ ആണ്ടിന് മുമ്പ്, ഞാനൊരു ഹിന്ദുവാണ് ഞങ്ങൾ, അപ്പം അമ്മയുടെ ആണ്ടിന് മുമ്പ് എനിക്ക് ബലിയിടുമ്പോൾ ഇത് പറയണമെന്ന്. പക്ഷേ അന്ന് അതുപോലെ അമ്മയുടെ ആണ്ട് വന്നു. ആണ്ട് വന്നതിൻ്റെ ഫെബ്രുവരി 5-ാം തീയതി ആണ്ടായിരുന്നു. ഫെബ്രുവരി 6-ാം തീയതി വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ഫോണൊന്നും നോക്കാൻ പറ്റില്ല. 7-ാം തീയതി സായന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ചൊല്ലിയതിന് ശേഷം എൻ്റെ ചെവിയിൽ എന്തോ ആരോ പറയുന്ന പോലെ, നീ റിസൾട്ട് നോക്ക്. ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഫുൾ പാസിൽ എൻ്റെ ഇത് കിടക്കുന്നു നമ്പർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചു ചോദിയപ്പോൾ ഈ 150 ചോദിച്ചതിന് എനിക്ക് 6 മാർക്ക് കൂടുതലിട്ട് 156 മാർക്ക് കിട്ടി. അതൊക്കെ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങളാണ്. പിന്നെ എൻ്റെ അനിയത്തിക്ക് ക്യാൻസറായിരുന്നപ്പോൾ ഇവൾ ഹീമോ ചെയ്തപ്പോൾ ഇവൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഛർദിലും വയറുവേദനയും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ പറയാറുണ്ട്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്നും. ഒരു ദിവസം രാത്രി 12 മണിയായി കാണും. ഞാൻ ഇവളുടെ കരച്ചിലും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ അച്ഛൻ പറയാറില്ലേ ഉടമ്പടി എടുത്താൽ സഞ്ചാരി മാതാവ് കൂടെ വരുമെന്ന്. എൻ്റെ അനിയത്തി ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ട് വേദന കൊണ്ട് പൊഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും വന്നില്ലല്ലോ എന്നും. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റൂമിലെ എയർ ഹോളിലൂടെ ഒരു മിനാമിനിങ്ങിൻ്റെ പ്രകാശം എൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറുമെന്ന്. മിനാമിനിങ് ആണല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖം അടച്ചു കെട്ടി കിടന്ന് പെട്ടെന്ന് വിൻഡോയിൽ ആരോ ടക്ക് ടക്കെന്ന് അടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഓർത്തത് ആരെ വിൻഡോയിൽ അടിക്കണം. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പം റൂമിൻ്റെ ബെർത്തിൽ ഭയങ്കരമായ ഒരു പ്രകാശം. ഒരു മിനാമിനിങ് കത്തി നിന്നാൽ അത്രയും ഒരു പ്രകാശം വരില്ല. എനിക്കപ്പം മനസ്സിലായി ഇതൊരു ഞാനിവിടെ സാക്ഷ്യത്തിൽ കേൾക്കാറുണ്ട് പ്രകാശമായിട്ടൊക്കെ അമ്മമാതാവ് വരുമെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലാരും പറയുന്നത് അമ്മമാതാവാ. ഞാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന അമ്മമാതാവിൻ്റെ ഫോട്ടോയുടെ തൊട്ട് പുറകിൽ ഇങ്ങനെ വന്ന്, ഫോട്ടോയുടെ പുറകിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഇതാണെങ്കിൽ ഈ ഫോട്ടോയുടെ പുറകിൽ വന്ന് ഇത്രയും നീളമുള്ള ഒരു പ്രകാശം, ഒരിക്കലും അതൊരു മിന്നാമിനിങ് അല്ല, ആ പ്രകാശം ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഞാൻ അറിയാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുട്ടുകുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആരെയും വിളിക്കാനൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഓണാക്കി ഓഫാക്കുകയും ചെയ്തു. പിന്നെ ആ പ്രകാശമേ കണ്ടില്ല. ഓടി ഞാൻ വരുമ്പോൾ ഇവൾ കരഞ്ഞണ്ടിരിക്കുക, കിടക്കാൻ പറ്റുന്നില്ല, കീമോ ചെയ്തതിൻ്റെ വിഷമം. ഞാൻ വന്ന് തൈലം തൊട്ട് പ്രാർത്ഥിച്ച് അമ്മമാതാവിനോട് പറഞ്ഞു, അമ്മമാതാവേ ഇവൾ സുഖമായിട്ട് ഉറങ്ങണേ, നേരം വെളുത്ത് കഴിഞ്ഞ് എഴുന്നേക്കാവുള്ളെന്ന്. അങ്ങനെ അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന. പിന്നെ പ്രാർത്ഥന, നേർച്ച വസ്തുക്കളുടെ ഉപയോഗം. എൻ്റെ മോളുടെ കൈയുടെ വലത് കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഞാനത് വൈക്കത്തെ ഹോസ്പിറ്റലിലെ ഓർത്തോ ഡോക്ടറെ കൊണ്ടേ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആകണം, കീറിക്കളയണം. എനിക്കത് കേട്ടപ്പോൾ പേടിയായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നീ മോളെ ശ്രദ്ധിച്ചില്ലെന്ന്. തൃപ്പൂണിത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞ് കീറിക്കളയണമെന്ന്. എന്നിട്ട് ആ ഡോക്ടർ എന്ന മരുന്നപ്പോൾ ആ മുഴ അങ്ങ് താന്നുപോയി. അതിനുശേഷം വീണ്ടും ആ മുഴ പൊങ്ങി വന്നു. അപ്പോഴും ഞാൻ ഡോക്ടറടിക്ക് പോകാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഡോക്ടർ എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഈ തൈലം ഞാൻ തൊട്ട് കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ഈ മുഴ താന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ അമ്മമാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ മുഴ താന്നുപോയി. എൻ്റെ മോളുടെ കയ്യിൽ പിന്നീട് ഒന്നും വന്നിട്ടില്ല. പിന്നെ പത്രം ഞാൻ ആദ്യമൊക്കെ ഞങ്ങളുടെ അടുത്തുള്ളവരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ അവർക്കാണ് കൊടുത്തിരുന്നത്. പിന്നീട് ഞാൻ സർക്കാർ ആശുപത്രി വൈക്കത്ത് കൊണ്ടുപോയി. ഞാൻ പോകാൻ നേരത്തെ അമ്മയോട് പറയും, അമ്മേ പത്രം കൊടുക്കാൻ പോകുക, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറയും. അങ്ങനെ ഞാൻ പത്രവും കൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ ദിവസം തൈലവും കൊണ്ടുപോകും. എന്നിട്ട് തൊട്ട് പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പത്രങ്ങളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ കൊടുത്തിട്ട് തിരിച്ചു പോരാറുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉപ്പ്, എൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ റംബുട്ടാൻ മരത്തെ നിറയെ കാട്ടുകടന്നൽ കൂടിയെന്ന്. ഇതിനെ കളയാൻ ഒരു നിവർത്തിയില്ല. അപ്പോൾ ചേച്ചി ഉടമ്പടി എടുത്തതാണ്. ഞാൻ ചേച്ചീനോട് പറഞ്ഞു, ചേച്ചി അച്ഛൻ പറയാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രാണികളുടെ ശല്യമോ പാമ്പിൻ്റെ ശല്യമൊക്കെ വരുമ്പോൾ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതിയല്ലോ എന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ചേച്ചി അതൊരു ചിരിച്ച്. പിന്നെ ചേച്ചി 3 ദിവസം അടുപ്പിച്ച് ആ റംബുട്ടാൻ്റെ ചുറ്റിനും ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയ പാലെടുത്തുകൊണ്ട് വരണം. ചേട്ടൻ അവിടെ കൊണ്ട് പാൽ വെക്കും. ആ പാലെടുക്കാൻ ചെന്നപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പെടുത്ത് കൊണ്ടുപോയി ഞാൻ എടുത്തിട്ട് പ്രാർത്ഥിച്ച്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സ്ട്രൈക്ക് ചെയ്ത് അവിടുത്തെ വീട്ടിലെ റംബുട്ടാൻ മരത്തിലെ തേനീച്ച ഈ കടന്നലിനെ കുറിച്ച്. ഞാൻ അവിടെ ചെന്ന് നോക്കി. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, ആൾക്കാർ ഞങ്ങളെ കളിയാക്കിയില്ലേ, ഉപ്പൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കടന്നൽ പോയില്ല എന്ന്. അപ്പോൾ ചേച്ചി കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നാൽ വിളിച്ച് പറയേ ആ റംബുട്ടാൻ മരത്തിൽ കടന്നലുകളൊന്നുമില്ലെന്ന്. അതൊരു സാക്ഷ്യം. പിന്നെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിറയെ തെങ്ങയിന്ന് ഈ ചൊറിയം പുഴു വന്ന് വീണ് അതിൻ്റെ കാഷ്ടങ്ങൾ നിറച്ച് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അച്ഛൻ ഇത് പോയത് കടന്നൽ പോയെങ്കിൽ ചൊറിയം പുഴുവിന് പോകുമല്ലോ. ഞാൻ എന്ത് ചെയ്യുന്ന തെങ്ങിൻ്റെ ചുവട്ടിൽ ഈ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് 3 ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ ടെറസിൻ്റെ മുകളിൽ ചൊറിയമ്പുഴിൻ്റെ കാഷ്ടമില്ല, തെങ്ങിലുമില്ല. പിന്നെ ഇത്രയൊക്കെയാണ് അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മമാതാവിനും കർത്താവിനും 100,000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ നിർത്തുന്നു. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.
വൈക്കത്തു നിന്ന് ഈ സഹോദരങ്ങൾ പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ്. ഈ സഹോദരി വൈക്കത്തു നിന്നും സ്വന്തം ഒരു കാര്യം കൂടി പറയട്ടെ. ഇനി ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ ഈ മണ്ണിൽ വരികയും വിശ്വസിക്കാൻ പറ്റുന്ന കാലത്തോളം ഞങ്ങൾ എൻ്റെ അമ്മ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അമ്മ മാതാവിലും കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ എന്നും ഞാൻ ഈ രാവിലെ അച്ഛൻ്റെ ഇത് പ്രാർത്ഥന കേൾക്കുകയും സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുകയും ചെയ്യും. അതുകൂടാതെ വചനങ്ങൾ, എനിക്കറിയാവുന്ന വചനങ്ങളെല്ലാം ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടേ ഞാൻ നടക്കുന്ന വഴിയിലും ജോലി ചെയ്യുന്ന വഴിയിലും എല്ലാം വിശ്വാസപ്രമാണവും വചനങ്ങളും എല്ലാം ചൊല്ലും. അതൊക്കെ അമ്മ മാതാവ് തന്ന ഒരു കൃപയായിട്ട് ഞാൻ കാണുന്നു. ഈ സഹോദരിയുടെ ഹസ്ബൻഡാണ് ആദ്യമായിട്ട് രേഖ, അഡ്വക്കേറ്റ് രേഖയെ ഈ കൃപാസനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത്. അന്ന് ഹസ്ബൻഡ് ഈ സഹോദരിയോട് പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് എന്ന് പറഞ്ഞു. അന്ന് മരിയൻ ഉടമ്പടി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഉടമ്പടി ഒന്നും അന്ന് എടുത്തില്ലായിരുന്നു. പക്ഷേ ദൈവമാതാവിൻ്റെ ഒരു രൂപം വാങ്ങിച്ചുകൊണ്ട് അവർ പോയി. അങ്ങനെ ഇരിക്കുകയാണ് കൂടെ നിൽക്കുന്നത് അനിയത്തിയാണ്, മരടിൽ നിന്ന് വന്ന സഹോദരി മഞ്ജുമോൾ എന്നാണ് പേര്. അപ്പോൾ സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ്, സെക്കൻഡ് സ്റ്റേജ് ഡയഗ്നോസ് ചെയ്യുന്നത്. ഡോക്ടറെ കണ്ട് എല്ലാം കൺഫേം ചെയ്തതിന് ശേഷം മാസ്റ്റക്ടമി, അതായത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു വിഷമസന്ധിയിലാണ് ഈ അഡ്വക്കേറ്റ് രേഖ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമാതാവിൻ്റെ കൃപാസനത്തിൽ പ്രത്യക്ഷയായി പരിശുദ്ധ ദൈവമാതാവിൻ്റെ രൂപം അന്ന് 5 കൊല്ലം മുമ്പ് വാങ്ങിച്ചതിലോട്ട് പെട്ടെന്ന് നോക്കുകയും ദൈവമാതാവ് തന്നെ കൃപാസനത്തിൽ പോകണം എന്ന ഒരു ചിന്ത ഈ മകൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൃപാസനത്തിലോട് കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. കാരണം ഈ സഹോദരി തന്നെ 2012 ഇപ്പോൾ 49 വയസ്സുണ്ട്. 2012 LLBയുടെ കോഴ്സെല്ലാം എറണാകുളം ലോ കോളേജിൽ നിന്ന് പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ 4 പേപ്പർ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ടഫായതുകൊണ്ട് അത് അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൂടെയുള്ള അവിടെ നിന്ന് പോയി ഇതേപോലെ പെൻഡിങ് ഉള്ള ഒരു മകൾ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, ഞാൻ കൃപാസന, അതും ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് ഈ സഹോദരിയോട് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ടാണ് എൻ്റെ ഇങ്ങനെയുള്ള പെൻഡിങ് പേപ്പേഴ്സൊക്കെ ക്ലിയർ ആക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതും ഈ സഹോദരിക്ക് അതൊരു പ്രചോദനമായി. അങ്ങനെ കൃപാസനത്തിലോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത അനിയത്തിയുടെ വിഷയവും ഒപ്പം തന്നെ ഈ വിഷയം വെച്ചു. അത്ഭുതകരമായിട്ട് ആ 4 പേപ്പേഴ്സും, അതായത് IPC എന്ന് പറയും, ഇന്ത്യൻ പീനൽ കോഡ് എക്സാം അടക്കമുള്ള ടഫായിട്ടുള്ള 4 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു LLBയുടെ. അത് 4ഉം എൻ്റെ കഴിവ് കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചു. കാരണം 49 വയസ്സുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയേറെ വർഷങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ അന്ന് നമുക്കറിയാം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെ വരും. അപ്പോൾ നമ്മുടെ മെറിറ്റിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചത്. അതൊപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ഈ LLBയുടെ 4 പേപ്പർ പെൻഡിങ് തീർക്കാനുണ്ടായിരുന്നത്, അത് എക്സാമിന് മുമ്പ് ഹോൾ ടിക്കറ്റ് വെഞ്ചരിച്ച് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ കൊടുത്തുവിട്ട ചെറിയ കാശുരൂപം, അത് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഒപ്പം കൊണ്ടുപോയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ദൈവമാതാവ് ആ എക്സാമിനുടനീളം സഹോദരിയെ ഗൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. എക്സാം റിസൾട്ട് വന്നപ്പോൾ ആ വേണ്ട മാർക്ക് കിട്ടി, പാസ്സായി. ഒപ്പം തന്നെ ഈ സഹോദരിയുടെ വിഷയം എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ വിഷയം പറഞ്ഞു. അപ്പോൾ ആ സഹോദരി തന്നെ നമ്മളോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്, ഈ മാസ്റ്റക്ടമിയൊക്കെ ചെയ്ത് റെസ്റ്റ് എല്ലാം എടുത്ത് ചെയ്യുമ്പോൾ 6-7 മാസം പോകും. അപ്പോൾ കുടുംബത്തിൽ ഒരു വരുമാന മാർഗം ഇല്ല. അപ്പോൾ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള വിഷമത്തോടു കൂടിയിട്ടാണ് ആ സഹോദരിയും പിന്നീട് വന്ന് കൃപാസനത്തിൽ തീർത്ഥാടക ഉടമ്പടി എടുത്തു. പക്ഷേ ദൈവമാതാവ് വലിയ അത്ഭുതം ചെയ്തു. ആ മുഴ മാത്രം എടുത്ത് മാറ്റിയാൽ മതിയെന്ന് ഡോക്ടർ പറയുക മാത്രമല്ല, പിന്നീടുള്ള എല്ലാ ടെസ്റ്റിലും ക്യാൻസറിൻ്റെ എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ്. പ്രൊഫഷണൽ നേഴ്സായതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല, പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ സാന്നിധ്യം ഈ സർജറി കഴിഞ്ഞ സമയത്തൊക്കെ, പെയിൻ ഉണ്ടായ സമയത്ത് എല്ലാം ഒരു പ്രകാശമായി അനുഭവിക്കാൻ പറ്റി എന്നും പറഞ്ഞു. കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ 4 പേപ്പറിൽ 3 പേപ്പർ ഞാൻ എഴുതിയുള്ളൂ. 4ാമത്തെ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട് 10ാം സെമസ്റ്ററിൻ്റെ പരീക്ഷയായിരുന്നു. അപ്പോൾ എനിക്ക് 4 എണ്ണം, അപ്പോൾ ഈ ഒരു പേപ്പർ എനിക്ക് അത് തോറ്റിരിക്കുമല്ലേ, അപ്പോൾ അതിന് എക്സാം ഇല്ല. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 5 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, അത് കഴിഞ്ഞില്ല, അമ്മ മാതാവിനോട് ഞാനിങ്ങനെ ചോദിച്ചു, അമ്മേ 59 പേപ്പർ ഞാൻ പാസ്സായി, ഒരു പേപ്പറിൽ എനിക്കുള്ളത്, അതിനെനിക്കൊരു വഴി കാണിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ സമയം കഴിഞ്ഞ എക്സാമിന് ഞങ്ങളുടെ 3 ചാൻസ് കഴിഞ്ഞു, ഇനിയില്ല, കുറേ പിള്ളേർ പുറത്ത് സ്പെഷ്യൽ മേഴ്സിക്ക് കാത്തു നിൽക്കുക. അപ്പം ഞാൻ ഈ 59 പേപ്പർ പാസ്സായ ഞാൻ ഒരു പേപ്പർ എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി എൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ ഫയലെടുത്ത് നോക്കിയപ്പം
അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ 45 മാർക്ക് കിട്ടിയ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഒരു പേപ്പർ മാർക്ക് ലിസ്റ്റ്. ഞാൻ അന്തിച്ചു പോയി, ഒരിക്കലും ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോഴും എൻ്റെ വിശ്വാസം എനിക്കത് അമ്മ മാതാവിനോട് പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന് തന്നായിരിക്കും. അപ്പോൾ ഞാൻ അമ്മയോട് പറയാറുണ്ടായിരുന്നു, അമ്മേ ഞാൻ ഇനി എക്സാം എഴുതില്ല, എനിക്ക് എഴുതാനുള്ള വഴിയില്ല, പക്ഷേ എൻ്റെ ഈ മാർക്ക് ലിസ്റ്റ് നീ എനിക്ക് മോഡിഫൈ ചെയ്ത് തരണം, എന്നെ ഇതിൽ തന്നെ എനിക്ക് മോഡറേഷൻ തന്നെ എന്നെ ജയിപ്പിച്ച് തരണമെന്ന്. അപ്പോൾ ഞാൻ അന്ന് തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ചപ്പോൾ അവരെന്നോട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സെക്ഷനിലേക്ക് വിട്ടാൽ പറഞ്ഞു അന്നത്തെ മാർക്ക് ലിസ്റ്റിന് മോഡറേഷൻ തരാൻ പറ്റില്ല. അപ്പം ഈ കാശ് രൂപം കൈ പിടിച്ച് ഏത് നേരം വിശ്വാസ പ്രമാണം ചൊല്ലും, ഞാനൊരു ഹിന്ദു ആണെങ്കിൽ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ കാശ് രൂപം പിടിച്ച് നിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിട്ട് ഇവരൊരു സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു തന്നില്ലല്ലോ. അപ്പോൾ അമ്മ എന്നോട് പറയുക, നീ VCDക്കിലേക്ക് പോ, VCയുടെ ഓഫീസിലേക്ക് പോ. അപ്പോൾ VCയുടെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ബിയുടെ PA കണ്ടപ്പോൾ പറഞ്ഞു, ഒന്നും നടക്കില്ല, അന്നത്തെ മോഡറേഷൻ നിനക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എല്ലാ പേപ്പറും പാസ്സായി, ഒരു പേപ്പറല്ലേ ഉള്ളൂ, ഞാൻ എനിക്കൊരു മോഡറേഷൻ ഒരു സൊല്യൂഷനില്ല. അപ്പോൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു സാറേ. അപ്പോൾ സാറ് പറഞ്ഞു, നീ റീഡു ചെയ്യ് നിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ ഇൻറ്റേർണൽ റീഡ് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഇൻറ്റേർണൽ റീഡ് ചെയ്ത് ആ പേപ്പറും പാസ്സായി. ഇതെല്ലാം എനിക്ക് നടക്കി തന്നത് എൻ്റെ അമ്മ മാതാവും കർത്താവായ യേശുദേവനുമാണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ എനിക്ക് ചെയ്തു തന്നത്. അതിനാണ് എനിക്ക് ഒരുപാട് എന്നും ഞാൻ എൻ്റെ അമ്മ മാതാവിനും കർത്താവിനും കടപ്പെട്ടിരിക്കും, എൻ്റെ ജീവനുള്ള കാലത്തോളം അത്രയും തന്നെ. ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെ മഹത്വപ്പെടുത്താം.